Hey yo! Line cut. Yo guys, welcome back. കുറേ നാളുകൾക്ക് ശേഷം ഒരു പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം പറയട്ടെ. ഈ ചെവിട്ടിരിക്കുന്ന സാധനം കണ്ടാ ഗൈസ്, നിങ്ങൾ ഇതുപോലെ കുറേ നേരം ചെവിട്ടിൽ ഇങ്ങനെ ഇയർപോഡ്സ് വെച്ചിരിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ കുറേ നേരം ചെവിട്ടി വയ്ക്കുമ്പോൾ അതിന് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു സംഭവം വന്നേക്കാണ്. എന്ന് വെച്ചാൽ OWS ആണ്, ഈ അടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു TWS യൂസ് ചെയ്യുമ്പോൾ കുറേ നേരം ചെവിട്ടിയിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചെവി മെല്ലെ വേൻ എടുക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അത് ചെവിയുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ OWS നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുമ്പോൾ ഇത് TWS പോലെ ചെവിട്ടിൻ്റെ ഉള്ളിലോട്ട് പോകില്ല, നേരെ മറിച്ച് ചെവിയുടെ പുറത്തായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെവിക്ക് നല്ല കംഫർട്ടും ആയിരിക്കും. പിന്നെ കുറേ നേരം നമ്മൾ ലോങ് ഡ്യൂറേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ഒരു OWSനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ഇത് ബോട്ട്സിന്റെ ഒരു പുതിയൊരു എയർപോഡ്സ് ആണ്. ഈ ചാനലിൽ ഒട്ടുമിക്ക വീഡിയോസും പ്രൊമോഷൻ വീഡിയോസും ഒന്നല്ല. അപ്പോൾ ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. ഈ സംഭവത്തിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ്സ് തോന്നിയത്, നെഗറ്റീവ്സ് തോന്നിയത് എല്ലാം ഞാൻ പച്ചയ്ക്ക് എടുത്ത് പറയുന്നതാണ്. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം മേടിക്കുകയാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് വാച്ച് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഗൈസ്. സോ ഗൈസ്, ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ചവിട്ടിയിരിക്കേണ്ടത് നമ്മൾ അറിയില്ല. കാരണം അത്ര കംഫർട്ടാണ് ഗൈസ്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഞാനൊക്കെ മറന്നു ഈ സംഭവം ചവിട്ടി വെച്ചായിരുന്നു തന്നെ. ഇതെത്ര ഒരു പീസിന് 50 ഗ്രാം സംതിങ് ഉള്ളൂ വെയിറ്റ്. അപ്പോൾ ഇതിങ്ങനെ സാധനം പോരാത്തിന് നമ്മൾ ചെവിട്ടിൻ്റെ ഉള്ളിലോട്ടല്ല വെച്ചേക്കുന്നത്, ഇങ്ങനെ പുറത്തായിരിക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻവയോൺമെന്റ് സൗണ്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നല്ല രീതിയിൽ കേൾക്കാം. മീൻസ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല കേട്ടോ. ഈ സംഭവത്തിൽ വെച്ചാൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ ഈ ഒച്ചയും ബഹളത്തിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്ന് പാട്ട് കേൾക്കാനാണെങ്കിൽ ഈ സംഭവം വെച്ച് നടക്കില്ല. അതൊരു വലിയൊരു നെഗറ്റീവാണ്. നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന മൈക്കിന് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഓഡിയോ ക്വാളിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ ഈ സംഭവം യൂസ് ചെയ്ത് നോക്കി, ഇങ്ങനെ കോളൊക്കെ ചെയ്ത് നോക്കി ഫ്രണ്ട്സിനൊക്കെ. ബട്ട് ഇതിനത്ര നല്ലൊരു ക്വാളിറ്റി കിട്ടിയില്ല, പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല. അതിനേലും ബെറ്റർ ആയിട്ട് ഇതിന് ക്വാളിറ്റി കിട്ടി. ഇതിനേലും 1000 രൂപ കുറവാണ് ഈ സാധനത്തിന്. ബട്ട് ഇതിന് നല്ല ക്വാളിറ്റി കിട്ടിയായിരുന്നു അങ്ങനെ മൈക്കിന് കേട്ടോ. അപ്പോൾ മൈക്ക് ഇതിൻ്റെ ഒരു പോരായ്മയാണ്, ഉള്ളത് പറയാലോ, പോരായ്മയാണ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോഫി സോങ്സ് ഒക്കെ ഇല്ലേ, ലോഫൈ സോങ്സ് ഒക്കെ അത് കേൾക്കുന്നവർക്കൊക്കെ ഈ സംഭവം ബെസ്റ്റാണ്. നേരെ മറിച്ച് ഒരു ബേസി ആയിട്ട് ഇതുപോലത്തെ കുറച്ച് പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് മൈറ്റ് ബി നോട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഓക്കെ, അപ്പോൾ ഇത് സംഭവം വെച്ചാൽ ലോഫി സോങ്സ് കേൾക്കണമെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ നമുക്കിപ്പോൾ എൻവയോൺമെന്റിലെ സൗണ്ടും കേൾക്കണം. അതുപോലെ തന്നെ കുറേ നേരം ഈ സാധനം ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നും എടുക്കില്ല ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ. ഇത് കാരണം നമ്മളിപ്പോൾ നോർമൽ എൻവയോൺമെന്റിൽ നിന്ന് സൗണ്ട് എങ്ങനെ കേൾക്കുക അതുപോലെ തന്നെ ഇതിലെ സൗണ്ടും വരുന്നത്. പിന്നെ നമുക്ക് മാത്രമേ കേൾക്കുള്ളൂ, ചുറ്റുപാടിരിക്കുന്നവർക്ക് അങ്ങനെ കാര്യമായിട്ട് കേൾക്കില്ല. പിന്നെ സൗണ്ട് ഫുള്ളി വെച്ച് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരൊക്കെ കേൾക്കും. ചില ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, സ്പെസിഫിക് യൂസേഴ്സ്, അവർക്ക് മാത്രമേ ഉപകാരപ്പെടുള്ളൂ. ബാക്കി ബേസ് ഹെവി പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് മൈറ്റ് നോട്ട് ബി എ ഗുഡ് ഓപ്ഷൻ. പോരാത്തിന് എൻവയോൺമെന്റൽ നോയ്സ് ഒക്കെ ഉള്ള ഏരിയസിലൊക്കെ താമസിക്കുന്നവരില്ലേ, അവർക്ക് അത്ര ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ്, ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് വരുന്നത്. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് എനിക്കിത് പേഴ്സണലി ഡിസൈൻ വൈസ് കുഴപ്പമില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ സെൻസർ വരുന്നത് ഇതിന്റെ ബാക്കിലാണ്, ഈ ഭാഗത്തായിട്ടാണ് സെൻസർ വരുന്നത്. അതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ ഗൈസ്, ഇത് യൂസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് എപ്പോഴും പറ്റിയിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആക്സിഡന്റൽ ടച്ച് ആണ്. ഇപ്പം അറിയാതെ ടച്ച് ആയി പോകും. കാരണം ഇതിന്റെ സെൻസർ ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഈ സാധനം ചെവിട്ടിയിൽ ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ടച്ച് ആവും. ഇപ്പൊ ചെവി ഒന്ന് അമർന്നാൽ മതി, ഇത് ഇവിടെ ടച്ച് ആവും. അങ്ങനെ കോള് കട്ടാവലും പിന്നെ എന്താ പറയാ, പാട്ട് പോസാവല്, വീഡിയോ പോസാവല്, ഈ സാധനം ഓഫായി പോവല്. ഇപ്പോൾ കോളിൻ്റെ ഇടയിലൊക്കെ ഓഫായി കഴിഞ്ഞിട്ട് പിന്നെ കണക്ട് ചെയ്യുമ്പോൾ അതൊരു ചടപ്പ് പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ സംഭവത്തിന്. ബട്ട് ഇതിന്റെ സെൻസർ ഇവർ വെച്ചിരിക്കുന്ന സ്ഥലം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. കാരണം ഇവർ ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരു മൈക്ക് വെച്ചിരിക്കുന്ന ഏരിയയാണ്. കാരണം എന്താ നോക്കിയാൽ ഒരു മൈക്ക് ഒരെണ്ണം ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ബാക്കിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് ഇവിടെയും വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചൊക്കെ അറിയാം, ഈ ഭാഗത്ത് അവർ മൈക്ക് വെച്ചിട്ടില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആണ് ഗൈസ്. ഞാൻ ഉള്ളത് പറയാമല്ലോ, നമ്മൾ കോളൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന മൈക്ക് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവർക്ക് ഒരെണ്ണം ഇവിടെ വെച്ച് എന്ത് തന്ന്. ഇപ്പോൾ ഇവിടെ ഒരു മൈക്ക് വെച്ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പറയുമ്പോൾ ഇവിടുത്തെ സൗണ്ട് ക്യാപ്ചർ ചെയ്യണേലും കൂടുതൽ ഇവിടെ നിന്നാണ് സൗണ്ട് ക്യാപ്ചർ ചെയ്യണത്, ബാക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റി കുറച്ച് മോശമാണ് സത്യം പറഞ്ഞാൽ ഈ സാധനത്തിന്. ഇപ്പം നമ്മൾ ഈ എയർപോഡ്സ് എടുത്ത് നോക്കിയാലും കാണാം, ഇതിന് മൈക്കില്ലേ ഇതിന് ഉണ്ട്. ഇതിന് മൈക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടാ. നമ്മൾ ഈ ടൈപ്പ് ഇയർപോഡ്സ് ഒക്കെ കാണാൻ നമ്മൾ മൈക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം മീൻസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് നടന്നിട്ടൊരു സംഭവം പറഞ്ഞുതരാം. ഞാൻ ഈ സാധനം
ഗൈസ്, അപ്പോൾ എനിക്ക് ബസ്സിലൊക്കെ പോയപ്പോൾ പറ്റിയ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഈ സംഭവം ഇപ്പുറത്ത് ബാക്ക് സൈഡിൽ മൈക്ക് വരേണ്ട ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇവിടെ മൈക്ക് വരേണ്ട ഇഷ്യൂ പറഞ്ഞുതരാം. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ തൊട്ടപ്പുറത്തേക്ക് പാസഞ്ചേഴ്സ് സംസാരിക്കൂലേ, അതായിരിക്കും നമ്മൾ സംസാരിക്കുന്നതിലും കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മൾ ആർക്കാണോ വിളിക്കുന്നത് അവർക്ക് കേൾക്കാം. ഇവിടെ ഒരു മൈക്ക് വന്നിരുന്നെങ്കിൽ എത്രയോ ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഇനി വരുന്ന ബ്രാൻഡുകളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഗൈസ്, ഇതിന്റെ കണക്ടിവിറ്റി റേഞ്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല ഡിസ്റ്റൻസിലോട്ടൊക്കെ ഓഡിയോ കണക്ട് ആവുന്നുണ്ട്, മീൻസ് ഡിസ്കണക്ട് ആവുന്നില്ല. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ആവാൻ ഞാൻ പറഞ്ഞുതരാം. ഫുൾ ടൈം ഇപ്പോൾ ഓഫീസിലേക്ക് ഇരുന്നിട്ട് പാട്ടൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല, മറ്റേ ഈ ടൈപ്പ് ഇയർപോഡ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ ചെയ്യാനെടുക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഇങ്ങനത്തെ സാധനം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറയണമെങ്കിൽ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 മിനിറ്റ് നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. ഇത് രണ്ടും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവർ കമ്പനി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഈ സംഭവം ഇങ്ങനെ ചവിട്ടിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം ഊരി പോകുന്നില്ല. ഈ സാധനം ജിമ്മിലൊക്കെ പോകുമ്പോഴായാലും ഈ സാധനം ചവിട്ടി തന്നെ ഇരിക്കില്ല പതിവ്. ഇതങ്ങനെ തെറിച്ചൊന്നും പോകുന്ന ഇഷ്യൂസ് ഒന്നുമില്ല, കണ്ട അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെ ഇരിക്കണം. ഞാൻ ഇതിൽ വരുന്നത് ASAP മറ്റേ ഫാസ്റ്റ് ചാർജിങ് ആണ്. പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ട്. കുറേ മണിക്കൂർ യൂസ് ചെയ്ത് നോക്കിയതാ, പെട്ടെന്ന് തീരുന്നില്ല. ASAP ഫാസ്റ്റ് ചാർജിങ് ആണ്, പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ട്, പെട്ടെന്ന് തീരുന്നില്ല. അത്യാവശ്യം നല്ല ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ എയർപോർട്സിന്, അതിപ്പോൾ ബോട്ട്സിന്റെ ഈ 2 എയർപോർട്സിലും കണക്ക് തന്നെ നല്ലൊരു ബാക്കപ്പ് തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ Type-C ചാർജിങ് വരുന്നത് കുഴപ്പമില്ല, പെട്ടെന്ന് ചാർജ് കയറും. പിന്നെ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, ബോട്ട്സിന്റെ ബ്രാൻഡിന്റെ കണക്ടിവിറ്റി അടിപൊളി കണക്ടിവിറ്റി ആവും. ലൈക്ക് ഇതിപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ കണക്ട് ആവും, ലേറ്റൻസി കാര്യങ്ങളൊന്നുമില്ല. ഫോൺ ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ കണക്ട് ആയി. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് ക്ലോസ് ആക്കിയിട്ട് നേരെ മറിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കിയെന്ന് വിചാരിക്കും, ആ നേരത്തെ സ്പോട്ടിൽ ഇതിൽ ഡിസ്കണക്ട് ആയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യും. അത് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, നൈസ് പരിപാടിയാണത്. മാനുവലി ഡിസ്കണക്ട് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല, മാനുവലി പോയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് 2-3 വർഷത്തിനടുത്തായി, എന്നിട്ടും സാധനം പക്ക സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നത്. ഇത് മേടിച്ചിട്ട് ഒരു സംതിങ് ഒരു 6 മാസം നിയർ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സാധനം മേടിച്ചപ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ റിവ്യൂ പറയണത്. കാരണം നമ്മളിപ്പോൾ സാധനം മേടിച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്തതല്ല, അപ്പോൾ ഞാൻ 6 മാസം യൂസ് ചെയ്ത് നോക്കി, എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയണത്. പിന്നെ ഗൈസ്, ഇത് IPX4 സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. മീൻസ് ഇപ്പോൾ ചെറിയ ടൈപ്പ് ഓഫ് വെയർപ്പും അതുപോലെ ചെറിയ വെള്ളത്തുള്ളികളൊക്കെ വീണ് കഴിഞ്ഞാൽ കേട് വരില്ല. നേരെ മറിച്ച് ഇത് വെള്ളത്തിലിടരുത്, വെള്ളത്തിലിട്ട് അടിച്ചു പോകും. ഇതിൻ്റെ മൂടി എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ചീപ്പ് ക്വാളിറ്റി പോലെ തോന്നി. ബട്ട് പെട്ടെന്ന് ഓപ്പൺ ആവുകൊണ്ട് പെട്ടെന്ന് ക്ലോസ് ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബട്ടനും വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ചാർജിന്റെ പെർസെൻറ്റേജ് കാണിക്കാനാണ് ഈ സംഭവം. അതുപോലെ തന്നെ ചാർജിങ് ആണോ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ചാർജ് തീരാറാവുമ്പോൾ ഇതും ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് നൈസായിട്ട് ബ്ലിങ്ക് ആവും. ഇപ്പോൾ ഫുൾ സൗണ്ട് ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ സാധനം ചവിട്ടിലുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റും. ഇത് അത്ര സൈലന്റ് ടൈപ്പല്ല. ഇപ്പോൾ ബഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫുൾ സൗണ്ടിലൊക്കെ ചില കേൾക്കാൻ പറ്റും. ബട്ട് ഇതൊരു 60, 70, 80% സൗണ്ടിൽ വെക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്നവർക്കൊക്കെ സാധനം എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ട് ഇതിൽ 2 മോഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതിന്റെ സിഗ്നേച്ചർ മോഡ്, ബോട്ടിന്റെ ആയിട്ടൊരു സിഗ്നേച്ചർ സൗണ്ട് ഉണ്ടല്ലോ അതിന്. പിന്നെ ഇത് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് ചെയ്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബോട്ടിന്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ പ്രൈവറ്റ് മോഡാണ്. ഇത്തിരിയും കൂടി സൗണ്ട് കുറയ്ക്കും. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്. ബട്ട് സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് മോഡും അത്യാവശ്യം ലൗഡ് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഞാനിപ്പോൾ യൂസ് ചെയ്യണ മൈക്കായാലും എയർപോർട്ട്സ് ആയാലും എല്ലാം ഇങ്ങനത്തെ കേസുള്ള ടൈപ്പാണ്. കേസ് ഇങ്ങനെ തുറന്നിട്ട് അതിനുള്ളിലേക്കാണ്. മറ്റൊന്നല്ല, ഇപ്പോൾ ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിവ്യൂ ഉടനെ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സംഭവം യൂസ് ചെയ്യുമ്പോഴായാലും ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഈ സാധനമില്ലേ ഇതിൻ്റെ ചാർജ് തീരുമല്ലോ, അപ്പോൾ ഈ നേരത്ത് ഈ കേസ് വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എയർപോർട്ട്സ് ആയാലും ഇതായാലും എല്ലാം കേസുള്ള ടൈപ്പ് യൂസ് ചെയ്യേണ്ട റീസൺ അതാണ്. നേരെ മറിച്ച് എൻ്റെ ഇപ്പോൾ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോൾ ഹെഡ്സെറ്റിൻ്റെ യൂസ് കുറച്ച് മറ്റൊന്നല്ല, ഒരു ഹെഡ്സെറ്റ് മേടിക്കും, കുറച്ച് നാൾ നിൽക്കും, അതിനുശേഷം നൈസായിട്ട് വയറിന് ലൂസ് കണക്ഷൻ വരും, പിന്നെ അത് അടിച്ചു പോകും. പിന്നെ അടുത്തത് മേടിക്കും, ലൂസ് കണക്ഷൻ വരും, അടിച്ചു പോകും. അങ്ങനെ വന്നു ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്ത അവസ്ഥ. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ खत्म, बाय बाय, टाटा, गुड बाय, गया.